ഹലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണെന്നറിയോ, നമ്മളൊരു യാത്ര പോയായിരുന്നു. ലുലു മോൾ ട്രിവാൻഡ്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർനാഷണൽ മോളാണ്. സോ അവിടെ കറങ്ങിയ കുറച്ച് കറക്കമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, വെൽക്കം ബാക്ക് ടു കുട്ടൂസ് പൊന്നൂസ് ചാനൽ. സോ ഇതുവരെ നമ്മൾ അറിയാത്ത കുറേ പേര് ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോയാലും ഒരു ചെറിയ ചാനൽ തുടങ്ങി 93 സബ്സ്ക്രൈബേഴ്സ് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും പേര് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനിയുണ്ടെന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്രയെക്കുറിച്ച് പറയാം. ലുലു മോൾ ട്രിവാൻഡ്രം ഞങ്ങൾ പോയിരുന്നു. അതായത് തലേദിവസം നൈറ്റാണ് പോയത്. ഓഫർ ടൈമിലൊന്നും ഞങ്ങൾ പോയില്ല. കുട്ടികളെ കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് പോയത്. കാര്യം 21-ാം തീയതി വരെ കുറച്ച് ഓഫേഴ്സൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെയും വളരെ എന്താ പറയുക, നല്ലൊരു കാഴ്ചയായിരുന്നു. വലിയ തിരക്ക് ആ ഓഫറിൻ്റെ ടൈമിലുള്ള അത്രയും തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു എന്താ പറയുക, ഒരുപാട് സെഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ചിക്കൻ, അതായത് ഡ്രം സ്റ്റിക്കും, അങ്ങനെ പല രീതിയിലുള്ള പാക്ഡ് ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്നാക്സ്, അതായത് നമുക്ക് മനസ്സിലാവും. അതായത് എന്താ പറയുക, വെജ് സ്പ്രിംഗ് റോൾ, ചിക്കൻ റോൾസ്, അങ്ങനെ പല തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളും ഉണ്ട്. അതായത് ക്രഞ്ചി പിസ്സ, പത്തിരി, അങ്ങനെ ഒട്ടനവധി സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ പോയപ്പോൾ തന്നെ അവർ ബേക്ക് ചെയ്ത് എല്ലാം സംഭവം വെക്കുന്നുമുണ്ട്, അതുപോലെ സെയിലാവുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ നമുക്ക് കുക്കീസിൻ്റെ സ്പേസിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുക്കീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെറൈറ്റി ഓഫ്, നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റിലും നല്ല കളറും ആയിട്ടുള്ള കുക്കീസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. അതിൽ 1-2 പീസ് ഞങ്ങൾ എടുത്തു കേട്ടോ. അങ്ങനെ ഇത് തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു കുക്കീസിൻ്റെ പുറത്തിങ്ങനെ ഒരു ഡ്രൈ ജാം ഫിക്സ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ കുട്ടൂസിനും പൊന്നൂസിനും ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് ആ ഒരു പാക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സും കേക്ക്സും പിന്നെ സ്വീറ്റ്സിൻ്റെ ഐറ്റംസും. അപ്പോൾ ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കാറില്ല. കഴിക്കില്ല എന്ന് പറയുന്നില്ല, കഴിക്കും. പക്ഷേ വളരെ ഡയറ്റ് ആയതുകൊണ്ടേയും വളരെ ലിമിറ്റഡാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് നമ്മുടെ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ എന്താ പറയുക, ലഡു, ജിലേബി, പിന്നെ എന്തായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ഷുഗറി ഐറ്റംസ് ആയതുകൊണ്ട് ആ സ്പേസിലോട്ട് വലിയ ഇതാക്കിയില്ല. ഞാൻ കുട്ടികളെ അധികം എൻകറേജ് ചെയ്യില്ല. വല്ലപ്പോഴും മേടിച്ച് കൊടുക്കലേ ഉള്ളൂ എൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ മുമ്പേയൊക്കെ മേടിച്ച് കൊടുക്കുമായിരിക്കും, അത് നമുക്ക് വിഷയമല്ല. ഓക്കെ. പിന്നെ എന്തായിരുന്നു, പിന്നെ നമ്മൾ വന്നത് രസഗുള, ഗുലാബ് ജാമുൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസിൽ വന്നപ്പോൾ കുട്ടൂസിന് പെട്ടെന്നൊരാഗ്രഹം രസഗുള വേണമെന്ന്. അങ്ങനെ അതൊരു പാക്കറ്റ് മേടിച്ചായിരുന്നു. പിന്നെ കേക്ക്സ്, ഫ്രഷ് കേക്ക്സ് അവർ ബേക്ക് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പെർ kg അവർ വെയിറ്റ് നോക്കിയിട്ടാണ് അവർ ബില്ല് ചെയ്യുന്നത്. സോ അത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെയും അവിടെ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഇത് പാക്ഡ് ആയിട്ടുള്ള പഫ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ പ്ലം ഓഫ് കോഴ്സ് ഞങ്ങൾ മേടിച്ചു. ഇത് പ്ലമ്മിൽ ഒരുപാട് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും പ്ലമ്മിന്. അതായത് നമ്മുടെ ഹാർട്ട് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും. അങ്ങനെ കുറച്ച് നല്ല ഗുണങ്ങളുള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളതും നല്ല ഗുണങ്ങളും ചേർന്നതുമായിട്ടുള്ളതാണ് ഈ പ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അത് വില കൂടിയാലും ഉപയോഗമുള്ളതായതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ നമുക്ക് വരുന്ന നട്ട്സ് അധികം ഞങ്ങൾ കഴിക്കും, വളരെ ലിമിറ്റഡ്. കാര്യം അധികം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ വിഷയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അത് മേടിച്ചിരുന്നില്ല. പക്ഷേ വളരെ നല്ല ആ ഓഫറിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെയും പെർ kg എത്രയോ ഓഫിന് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സൈഡിലോട്ട് വലുതായിട്ട് പോയില്ല. പിന്നെ നമ്മൾ റൈസ്, സോനാ മസൂരി റൈസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സെഷനെല്ലാം കഴിഞ്ഞു. പിന്നെ റോസ്റ്റഡ് ഗ്രീൻ ചില്ലി, കാഷ്യൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് ഇവിടെ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന
വേറൊരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവർ എന്താ പറയുക ചോക്ലേറ്റ്സ് പാക്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കണ്ടിരുന്നു, ഡിഫറെൻറ്റ് ഫ്ലേവറിലും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഈ നട്ട്സും ആയിട്ടുള്ള ചോക്ലേറ്റ്സും ഇതുപോലെ പാക്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഊട്ടിയിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ലൈക്ക് ഫ്രഷ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ്സും ഇതൊക്കെ ഞാൻ കാണാറുള്ളത്. അല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങാനായിട്ട് അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ അതുകൊണ്ട് അതിലൊരു പാക്കറ്റ് എടുത്തായിരുന്നു. പിന്നെ നമ്മൾക്ക് വരുന്ന സാധാരണ സ്നാക്സ് എന്തായിരുന്നു, ചിപ്സ്, എന്താ പറയുക റൈപ്പൺ ബനാനയുടെ ചിപ്സ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് പോലെയല്ല ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓഫറുണ്ട് ഇതിനൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കാതെ എടുക്കരുത്. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ ടൈമിലൊക്കെ പോയാൽ കുട്ടികളെ കൊണ്ട് പോകുന്ന അത്ര ശരിയാണെന്ന് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ടൈമിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.